ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ മുതുകാട് അദ്ദേഹത്തിൻ്റെ വിഷയങ്ങളെ സംബന്ധിച്ച് മൂന്നാമത്തെ വീഡിയോ ആണ് ഞാനിപ്പോൾ ഇടുന്നത്. ഏതായാലും മുതുകാട് വിഷയവും അതിനെ ചൊല്ലി ദിവസവും ഉണ്ടാകുന്ന ഓരോ ആൾക്കാരുടെ വീഡിയോകളും അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആര് പറയുന്നതാണ് ശരി, ആര് പറയുന്നതാണ് തെറ്റ് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം CP ഷാഹിബ് എന്ന വ്യക്തിയുടെ പ്രസ് മീറ്റ് ദി ക്രോ എന്ന ചാനലിൽ കൂടി കണ്ടിരുന്നു. അദ്ദേഹം പറയുന്ന മാജിക് പ്ലാനറ്റിൽ നടന്ന പല കാര്യങ്ങളെപ്പറ്റി അദ്ദേഹം ഏകദേശം 1 വർഷത്തോളം ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത വ്യക്തിയായിരുന്നുവെന്നും അവിടെ നിന്നാൽ ശരിയാകില്ല എന്ന് മനസ്സിലായി അവിടെയുള്ളവരുടെ സഹായത്തോടുകൂടി മാജിക് പ്ലാനറ്റിൽ നിന്ന് ഒളിച്ചോടിയതാണെന്നും താൻ ഈ പറയുന്ന, അതായത് മാജിക് പ്ലാനറ്റിനെ പറ്റി ഇപ്പോൾ താൻ പറയുന്ന വിഷയങ്ങൾക്ക് തൻ്റെ കയ്യിൽ വ്യക്തമായ തെളിവുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. താനിത് നേരത്തെ പറയാതിരുന്നത് തനിക്ക് ജീവന അപകടമുണ്ടാകുമെന്ന് ഭയന്നായിരുന്നു എന്നും, എന്നാൽ ഇപ്പോൾ മറ്റുള്ളവർ പറയുന്നത് കൊണ്ട്, അവരുടെ സപ്പോർട്ട് കിട്ടിയത് കൊണ്ട് പറയുന്നതാണെന്നും പറയുന്നു. ഇനി അദ്ദേഹം പറഞ്ഞ 1-2 കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കാം. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഇദ്ദേഹത്തിൻ്റെ ഈ വീഡിയോയിൽ മുതുകാട് മൊത്ത് അദ്ദേഹം 2018 തോന്നുന്നു, കൊറോണയ്ക്ക് മുമ്പ് അദ്ദേഹം കുവൈറ്റിൽ എത്തിയിരുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ സഹോദരനും പിന്നെ മുതുകാടിൻ്റെ കൂടെ പരിപാടിയിൽ പങ്കെടുക്കുന്ന മറ്റൊരു വ്യക്തി കൂടി ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ആ പരിപാടിക്ക് അദ്ദേഹത്തിന് പേഴ്സണലായിട്ട് കിട്ടിയ കുറച്ച് പണം, അതായത് ആദ്യം കുറച്ച് പണം കിട്ടിയെന്നും അത് മുതുകാടിന് കയ്യിൽ കൊടുക്കാൻ പറഞ്ഞുവെന്നും, എന്നാൽ കൂട്ടത്തിലുള്ള വ്യക്തി പറഞ്ഞു അത് മേടിക്കുന്നത് ശരിയല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചു കൊടുത്തുവെന്നും ഈ പ്രസ് മീറ്റിൽ അദ്ദേഹം പറയുന്നുണ്ട്. ആ പ്രസ് മീറ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ കാണാൻ പറ്റുന്നതാണ്, ഞാനിപ്പോൾ പറയുകയാണ്. എന്നാൽ അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ കുവൈറ്റിൽ തന്നെ കിടക്കുന്ന എനിക്ക് യോജിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഇട്ടത്. കാരണം അദ്ദേഹത്തിന് പേഴ്സണലായിട്ട് ആ പരിപാടി നടത്തിയിരുന്നവർ സംഘടിപ്പിച്ചു കൊടുത്ത കുറേയേറെ പൈസ അദ്ദേഹം പറയുന്നുണ്ട്. അത് ഏകദേശം 2 ലക്ഷത്തോളം ഇന്ത്യൻ കറൻസിയോളം വരുമെന്നും, അത് തൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ നാട്ടിൽ കൊണ്ടുപോയാൽ ടാക്സ് ഒക്കെ ആകും, അതുകൊണ്ട് മുതുകാട് തൻ്റെ ചാരിറ്റബിൾ സൊസൈറ്റി വഴി നാട്ടിൽ ചെന്ന ശേഷം ഷാഹിബിന് തിരിച്ചു കൊടുക്കാമെന്നും പറഞ്ഞിരുന്നു. താൻ അത് അനുസരിക്കാത്തതുകൊണ്ട് തന്നെ വിട്ടു കളഞ്ഞിട്ട് മുതുകാട് ഫ്രണ്ട് മൊത്ത് മാത്രം സെപ്പറേറ്റ് പോയെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഒരുപക്ഷെ കുവൈറ്റ് ദിനാർ ഏകദേശം 2 ലക്ഷം രൂപയോളം ഒരാൾ സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടാക്സ് അടയ്ക്കേണ്ടി വരും. അത് ഒഴിവാക്കാമെന്ന് വെച്ച് പറഞ്ഞതാകാൻ വഴിയില്ലേ എന്നാണ് എൻ്റെ സംശയം. പിന്നെ അതായത് ആ പ്രസ് മീറ്റിൽ ഷാഹിബ് പറയുന്നുണ്ട് കുവൈറ്റിൽ നിന്ന് അത് കഴിഞ്ഞ് താൻ ഒറ്റയ്ക്ക് പോന്നപ്പോൾ ആ പണം താൻ ഡയറക്റ്റായിട്ട് നാട്ടിൽ കൊണ്ടുവന്നതാണ്. കുവൈറ്റിൽ തന്നെ കിടക്കുന്ന എനിക്ക് അതങ്ങോട്ട് ഡൈജസ്റ്റ് ആകാതെ വരുന്നു. കാരണം കയ്യിൽ 2 ലക്ഷം രൂപയോളം കുവൈറ്റ് ദിനാറായിട്ടോ അതോ ഇവിടെ കറൻസി മാറി 2 ലക്ഷം രൂപ കയ്യിൽ വെച്ചുകൊണ്ടോ പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിയമവിരുദ്ധം തന്നെയാണ്. കസ്റ്റംസ് പിടിച്ചു കഴിഞ്ഞാൽ ആ കാശ് അവർ മേടിച്ചു വെക്കാനും അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ വ്യക്തമായിട്ട് കാണിക്കാനും പറ്റണം. അത് രണ്ടും ഇവിടെ ഇല്ലാത്തിടത്തോളം കാലം അതെങ്ങനെ കൊണ്ടുപോയി എന്നുള്ളത് വേറൊരു വിഷയം. പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം, അത്രയും തുക നാട്ടിൽ അയക്കാൻ വേണ്ടി ഇവിടെ വിസയുള്ള അല്ല ഇവിടെ ജോലിയുള്ള ആരുടെയും സപ്പോർട്ടോ സഹായത്തോടോ കൂടി ഇവിടെ എക്സ്ചേഞ്ചിൽ മാറിയ ശേഷം അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് അയക്കണം. അപ്പോൾ അത് പിന്നെ തൻ്റെ കൂടെ വന്ന മുതുകാടിൻ്റെ തന്നെ കൊടുക്കുന്നതല്ലേ ബുദ്ധി എന്നുള്ളത് രണ്ടാമത്തെ ഒരു ചോദ്യവും. ഇപ്പം ഈ ഒരു ഇഷ്യൂ വന്നതുകൊണ്ട് അദ്ദേഹം ഇതിനെപ്പറ്റി ഇങ്ങനെ പറയുന്നു എന്ന് എൻ്റെ തോന്നലിൽ അദ്ദേഹം അങ്ങനെ പറയുന്നുവെന്ന്. കാരണം ഇവിടെ വെച്ച് പരിചയപ്പെട്ട ആരുടെയും കയ്യിലല്ലാതെ ഈ പണം മാറുവാൻ അദ്ദേഹത്തിന് പറ്റത്തില്ല. എന്നാൽ ഇതിനെപ്പറ്റിയൊക്കെ വിദേശത്ത് സഞ്ചരിച്ച് വന്നിരിക്കുന്ന മുതുകാട് അതിനെപ്പറ്റി ന്യായമായ ഒരു കാര്യം പറഞ്ഞുള്ളൂ എന്നേ എനിക്ക് തോന്നുന്നുള്ളൂ. പിന്നെ ഇതിൽ നെല്ലേത് പതിരേത് എന്ന് ഇപ്പം തിരിച്ചറിയാൻ ഒരു പിടിയില്ല. കാരണം ഒരു ദിവസം ചോദ്യം വരുന്നു, പിറ്റേന്ന് ഉത്തരം വരുന്നു, അങ്ങനെ മുതുകാട് വിഷയം നീണ്ടു പോവുകയാണ്. അത് കാരണം ആരുടെ ഭാഗത്താണ് ശരിയെന്നോ ആരുടെ ഭാഗത്താണെന്നോ തെറ്റെന്നോ നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. ഏതായാലും കൂടുതൽ യൂട്യൂബർമാരും കൂടുതൽ മറ്റ് ചാനലുകളും ഈ വിഷയം സ്ഥിരമായി ഇപ്പം ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം 1-2 യൂട്യൂബർമാരിൽ മാത്രം നിന്നിരുന്ന വീഡിയോകൾ അനേകം യൂട്യൂബർമാരിലേക്ക് ഈ വിഷയം മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സാജൻ സക്രിയ തൻ്റെ ചാനലിൽ കൂടി അവിടുത്തെ കുട്ടികളുമായി താൻ ക്രിസ്മസ് ആഘോഷിക്കുന്ന വീഡിയോ
പുറത്തുവിട്ടിരുന്നു. അതായത് സാജൻ സക്രിയ കഴിഞ്ഞ 2-3 വീഡിയോകളായിട്ട് മാജിക് പ്ലാനറ്റിനെ പറ്റി അന്വേഷിക്കാൻ വേണ്ടി അവിടെ ചെന്നതും മുതുകാടുമായിട്ട് സംസാരിക്കുന്നതുമായിട്ടുള്ള വീഡിയോകളൊക്കെ പുറത്തു വന്നിരുന്നു. അതിൻ്റെ അവസാന ഭാഗമായി അദ്ദേഹം ക്രിസ്മസ് ആഘോഷിക്കുന്ന ഈ വീഡിയോ കൂടി കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. അതിൽ അവിടുത്തെ കുട്ടികളോടും കുട്ടികളുടെ അമ്മമാരോടും ഇവിടുത്തെ അനുഭവങ്ങളെക്കുറിച്ച് വിശദമായി പറയാൻ പറഞ്ഞ് ആ പരിപാടിക്കിടയിൽ തന്നെ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഇത്തിരി ഭാഗം നമുക്കിപ്പോൾ ഒന്ന് കാണാം. അതിൽ ഒരമ്മയോട് സംസാരിക്കുന്ന ഒരു ഭാഗമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ആ അമ്മ വ്യക്തമായിട്ട് ആ സ്ഥാപനത്തിലെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചും തങ്ങൾക്ക് കിട്ടുന്ന സംരക്ഷണത്തിനെ കുറിച്ചും ഒക്കെ വിശദമായിട്ട് പറയുന്നുണ്ട്. സാർ ആദ്യം വന്നപ്പോ കണ്ട കുട്ടികളാണോ ഇപ്പൊ? എനിക്ക് അതാണ് ചോദിക്കാനുള്ളത്. അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. സാറിന്റെ അഭിപ്രായമാണ് മാറ്റമുണ്ട്. ഞാൻ 2019 ഒക്ടോബർ 1-ാം തീയതിയാണ് ഇവിടെ DSC സ്റ്റാർട്ട് ചെയ്യുന്നത്, ഡിഫറെന്റ് ആർട്ട് സെന്റർ. അന്ന് മുതൽ ഇന്ന് വരെ ഈ മൈക്രോ സെക്കൻഡ് വരെയുള്ള ഒരു അമ്മയാണ് ഞാൻ. സിംഗപ്പൂരിന് പോയി, ദുബായിക്ക് പോയി, രാഷ്ട്രപതിയെ കാണാൻ പോയി, അതുപോലെ തന്നെ ബാംഗ്ലൂര്, ഇങ്ങനെ വേണ്ട എല്ലാ സ്ഥലങ്ങളിലും കൂടെയും പോയ ഒരു അമ്മയാണ് ഞാൻ. ഞാനൊരു സാധാരണക്കാരി, എന്താ പറയുക, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ഒരു മെമ്പറാണ്. സാറിനെ ദൂരെ നിന്നൊന്ന് കണ്ട് ഒരു ഫോട്ടോ എടുക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ സാറ് ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു. ഞങ്ങൾ കണ്ണുനീര് വരുമ്പോൾ ഞങ്ങളെ ചേർത്ത് ഞങ്ങളുടെ കണ്ണുനീര് തുടച്ചു തരുന്ന ഒരു സാറാണ്. അത്രയേറെ ഞങ്ങളോട് പ്രതിബദ്ധത കാണിക്കുന്നു. ഞങ്ങളുടെ മകന് ഡിസംബർ 15-ാം തീയതി വന്നപ്പോൾ 28 വയസ്സായി. ഈ 28 വയസ്സിനിടയ്ക്ക് ഈ 5 വർഷം മുമ്പ് വരെയും ഞങ്ങൾ പല സ്കൂളുകളിൽ കൂടെ മോനെ കൊണ്ടു നടന്നു, പല സ്കൂളുകളിൽ കൂടെയും കൊണ്ടു നടന്നു. ഒരു ഡൗൺ സിൻഡ്രോം ഉള്ള ഒരു കുട്ടിയെ കൊണ്ടു നടക്കുക എന്ന് പറഞ്ഞാൽ അതിപ്പോൾ സാറിന് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഓട്ടിസം മാത്രമല്ല അസുഖം, ഈ ഇരിക്കുന്ന ഓരോ കുട്ടികൾക്കും ഓരോ അസുഖങ്ങളുള്ളവരാണ്. ഈ മക്കളെ കൊണ്ടു കിടക്കുന്ന അമ്മമാർക്കാണ് ആ രോഗത്തിൻ്റെ വ്യാപ്തി എത്രയുണ്ടെന്നുള്ളത് മനസ്സിലാവുള്ളൂ. അല്ലാതെ ഓട്ടിസം ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് എങ്കിൽ പോലും എന്താ പറയുക, ഞാൻ സാറിൻ്റെ അടുത്ത് പറയാം, കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അല്ല, അത് അവർക്ക് ഈ 5 വർഷം അവരിവിടെ നിന്നേന്തിരാ, അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ ആദ്യമേ വന്നപ്പോൾ തന്നെ അവർക്ക് ഇവിടുന്ന് ഇത് കൊള്ളൂല്ലാത്തൊരു സ്ഥാപനമാണ്, അവരുദ്ദേശിക്കുന്ന രീതിയിൽ പോകുന്നില്ലെങ്കിൽ അവർക്ക് ഇവിടുന്ന് ഇട്ടിട്ട് പോകാമായിരുന്നു. അതൊരു കാര്യം. ഈ 14 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് കുട്ടികളെ ഇവിടെ ചേർക്കുന്നത്. ഈ 14 വയസ്സിന് മുമ്പ് വരെ, ആ വയസ്സ് വരെ ഈ കുട്ടിക്ക് എന്ത് മാറ്റം സംഭവിച്ചിട്ടുണ്ട്? ഈ 5 വർഷം കൊണ്ട് ചോറുരുട്ടി കൊടുക്കുന്ന പോലെ ഉരുട്ടി കൊടുക്കുന്ന ഒരവസ്ഥയല്ല ഇവിടെ പഠിപ്പിക്കുകയാണ്. അത് ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ അവർക്ക് വേണ്ട സമയത്ത് വേണ്ടതുപോലെ ഇവിടുത്തെ ടീച്ചേഴ്സും സാറും ഞങ്ങളോടൊപ്പം നിന്ന് കൊടുക്കുന്നുണ്ട്. ആ കൊടുത്തതിന്റെ മാറ്റമാണ് ഇന്നിപ്പോൾ സാർ ഇവിടെ കണ്ടത്. സന്തോഷം. ഇത്രയും ചോദിച്ചത്. അവർ ആ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ സാധിക്കത്തില്ലല്ലോ. അവർക്ക് പരമസുഖമാണെന്നും അവരെ ഇത്രയും കാര്യമായിട്ട് നോക്കുന്ന ഒരു സ്ഥാപനം വേറെ എങ്ങും കിട്ടത്തില്ലെന്നും ആ അമ്മ പറയുന്നുണ്ട്. ഏതായാലും പിന്നെയും ഈ വാർത്ത ചൂടുപിടിച്ച സാഹചര്യത്തിൽ ഇന്ന് മറുനാടൻ്റെ പുതിയ വീഡിയോയുമായി അദ്ദേഹം എത്തിയിട്ടുണ്ട്. ആ വീഡിയോ അടുത്ത വീഡിയോയായിട്ട് ഞാൻ കാണിക്കുന്നതായിരിക്കും. ഏതായാലും ഈ വാർത്ത പിന്നെയും ചൂടുപിടിച്ച സാഹചര്യമാണ്. ഏതായാലും എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. മുതുകാട് കാശ് അടിച്ചു മാറ്റിയില്ലേലും പത്മശ്രീ മേടിച്ചാലും പത്മശ്രീ മേടിച്ചില്ലെങ്കിലും ഒക്കെ ആ സ്ഥാപനത്തിൽ കുറച്ച് കുട്ടികളും അവരുടെ അമ്മമാരും കപ്പയും പുഴുക്കും അല്ലെ കഞ്ഞിയും പയറും ഒക്കെ കുടിച്ച് എങ്ങനെയും കഴിഞ്ഞുകൂടി വരികയായിരുന്നു. എല്ലാവരും ചേർന്ന് അത് വഴിയാധാരമാക്കാതിരുന്നാൽ മതിയായിരുന്നു. ആ ഒരാഗ്രഹം മാത്രമേ ഇപ്പം ബാക്കിയുള്ളൂ. ഏതായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.